ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് ബിസി ആയിട്ടൊക്കെ ഉള്ളൊരു ദിവസമാണ്. രാവിലെ കുറച്ച് നേരം ഇതേപോലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഒരു കുഞ്ഞു ഗാർഡനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ വന്നൊന്ന് നോക്കി നിൽക്കും. ഏതൊക്കെ ചെടിയിൽ പൂ പിടിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ കിളികളൊക്കെ വന്നിരിക്കുന്നതും ഒക്കെ നോക്കും. അപ്പോൾ കിളി ഇങ്ങനെ ചെടിയിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, പൂക്കളൊക്കെ ഉള്ളിടത്ത് വന്നിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് നിന്നിട്ടാണ് പിന്നെ അകത്തേക്ക് പോകുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പം. അത് എന്തൊക്കെ പറഞ്ഞാലും പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അമ്നുവിനെയൊക്കെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കാണിച്ചാലേ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ട്രിക്ക് ഈ ഒരു കുട്ടി ദോശയാണ്. ചില ദിവസം ആൽഫബറ്റിൻ്റെ ദോശയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാത്രമേ ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ആ ഒരു ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞ് ചെടിയെല്ലാം നോക്കിയപ്പം വെള്ളമൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരാഴ്ചക്കടുത്തായി. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയിൽ അതെല്ലാം ഒന്ന് എടുത്തു വെച്ചു. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കണമായിരുന്നു. പിന്നെ നമ്മൾ മുന്തിരി കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്നൊരു കൊറിയർ വന്നത്. പിന്നെ ഒരു രക്ഷയില്ല, അമ്മുവിന് കൊറിയർ പൊട്ടിക്കാനുള്ള ബഹളമായ അവിടെ. അങ്ങനെ അത് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ മുന്തിരിയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ്ട്രാ മധുരവും കൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് ജഗ്ഗിലോ കുപ്പിയിലോ എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ചൂടുള്ള ടൈമും കൂടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതെടുത്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വെള്ളവും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പം അതങ്ങനെ ഫ്രിഡ്ജിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ അല്ലുവിൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു. ഇന്ന് അവിടെ ടീച്ചറുമായിട്ടൊരു ഇൻട്രാക്ഷനുണ്ട്. അപ്പം അതിന് വേണ്ടി പോകാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ റെഡിയായിട്ട് ഇറങ്ങി നേരെ യൂബറിൽ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ആ ഒരു വെയിലുള്ള സമയത്ത് തന്നെയാണ് ഞാൻ സ്കൂളിലെത്തിയത്. ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് പേരൻസ് ഉണ്ടായിരുന്നു ടീച്ചറിനെ കാണാനായിട്ട് വെയിറ്റിങ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ടീച്ചറിനോട് സംസാരിച്ചു. സ്കൂളൊക്കെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പം അവരുടെ ഈ ഒരു ഇയറിലുണ്ടായിരുന്ന അക്കാഡമിക് വൈസുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറെല്ലാം ഡിസ്കസ് ചെയ്തു. നേരെ വീട്ടിൽ വന്നു. ഇന്നിപ്പോൾ ചിക്കൻ കറി ഞാൻ വെക്കാം എന്നുള്ള ടാസ്ക് അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ചിക്കനൊക്കെ ഇതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ സവാളയെല്ലാം വഴറ്റാനായിട്ടിട്ടു. ആ സമയത്ത് ഞാൻ പോയി നോക്കിയപ്പം അവിടെ അമ്മനും ഉമ്മായും കൂടി താരാട്ടുപാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര പാട്ടും ഒക്കെ നടക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ചിക്കൻ കറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നു. പിന്നെ ഇനിയിപ്പം നമ്മൾ ചിക്കൻ കറി നേരെ ചിക്കനൊക്കെ അതിലിട്ട് കൊടുത്ത് വേവിച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. പിന്നെ പേരയ്ക്ക കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഞാൻ പേരയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അമ്നുവിനും ഉമ്മാക്കും കൊണ്ട് കൊടുത്തിട്ട് ഞാനും അതൊക്കെ കഴിച്ചു. ഗ്യാപ്പിൽ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോഴത്തേക്ക് അല്ലിക്കുട്ടൻ വന്നു. അല്ലിക്കുട്ടൻ സ്കൂളിൽ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ മുകളിലോട്ട് കയറി വരുവാണ്. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ പോയി കുളിക്കുന്ന പരിപാടിയാണ് ആദ്യം. അപ്പോൾ കുളിച്ച് സുന്ദരനായിട്ട് ഒരുക്കമാണ്. മിററിലൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് മുടിയൊക്കെ ചീകി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസി ഡേ ആണ്. അപ്പോൾ ആദു വരുന്നതിന് മുന്നേ തന്നെ അമ്നുവിനെ ഉറക്കി കിടത്തി. ഫുഡൊക്കെ കഴിച്ച് അമ്നു ഉറങ്ങി. ആ സമയത്ത് ഞാനും ഉമ്മായും കൂടെ ഒന്ന് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് നേരെ പോത്തീസിലേക്കാണ്. അവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഉമ്മായും ഞാനും കൂടി നേരെ യൂബറൊക്കെ ബുക്ക് ചെയ്ത് അപ്പോൾ ആദു വരുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചേച്ചീനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോത്തീസിലെത്തി. വലിയ തിരക്ക് ഇല്ലായിരുന്നു, വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. റോഡിലും വലിയ തിരക്കായി തുടങ്ങിയിട്ടില്ല. സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ പോത്തീസിലെത്തി നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള ഫ്ലോറിലേക്ക് എത്തി.
ഉമ്മ അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. സെലക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൊതുവേ തോന്നിയ ഒരു കാര്യമാണ്, പോത്തീസിൽ നല്ല സെലക്ഷനുണ്ട്. നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് സെലക്ഷനുണ്ട്. പല വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. എനിക്കിപ്പോൾ തോന്നാറുണ്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എല്ലാം നമ്മൾ അന്വേഷിച്ച് പോകുമ്പം പോത്തീസിൽ കിട്ടാറുണ്ടെന്ന് പൊതുവേ. അപ്പം നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആ ഫ്ലോറിൽ നിന്ന് തന്നെ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ പെൺകുട്ടികളുടെ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മക്ക് പിന്നെ ഭയങ്കര ആവേശമാണ് ഓടി നടന്ന് എല്ലാം എടുക്കാൻ. പക്ഷേ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഇതൊന്നും മേടിച്ചാൽ ഉമ്മയുടെ കൊച്ചുമക്കൾ തലയിൽ വെക്കില്ല. പെൺകുട്ടികൾ അവർ 3 പേരും എല്ലാം എടുത്ത് കളയും എന്നുള്ളതാണ്. എന്നാലും ഉമ്മ പിന്നെയും മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ഹൈപ്പറിലും പോയി. വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹൈപ്പറിലും കയറി സാധനം എല്ലാം മേടിച്ചു. തിരിച്ച് യൂബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം സ്കൂളും ഓഫീസും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിരക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല. പോത്തീസിൽ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.